നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എഐയോട് എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു പ്രയോജനവുമില്ലാത്തൊരു മറുപടി കിട്ടിയിട്ടുണ്ടോ? എങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പലപ്പോഴും പ്രശ്നം എഐയുടേതല്ല, നമ്മൾ ചോദിക്കുന്ന രീതിയുടെയാണ്. എന്നാൽ ഇന്ന് നമ്മൾ ആ രീതി അങ്ങ് മാറ്റാൻ പോവാണ്. ഇതാണ് നമ്മളിൽ പലരും എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. എന്തുകൊണ്ടാണ് എന്റെ എഐ റിസൾട്ടുകൾക്ക് ഒരു കൺക്രീറ്റ്നെസ് ഇല്ലാത്തതും അത്ര സഹായകരമല്ലാത്തതും? നമ്മളൊരു സാധാരണ ചോദ്യം ചോദിക്കുന്നു, എഐ ഒരു സാധാരണ മറുപടി തരുന്നു. പക്ഷെ നമുക്ക് വേണ്ടത് അതല്ല, അല്ലേ? നമുക്ക് വേണ്ടത് കൃത്യമായ, വ്യക്തമായ, നമ്മുടെ ജോലിയെ എളുപ്പമാക്കുന്ന ഉത്തരങ്ങളാണ്. ഈ നിർദ്ദേശം ഒന്ന് നോക്കൂ. ഈ കൊട്ടേഷനിൽ നിന്ന് ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എടുക്കുക. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വ്യക്തതയില്ലായ്മ തോന്നുന്നില്ലേ? ഏതൊക്കെ വിവരങ്ങൾ, ഏതു രൂപത്തിൽ തരണം, ഇനി ആ ഡാറ്റ അവിടെ ഇല്ലെങ്കിൽ എന്തു ചെയ്യണം? ഇതുപോലെയുള്ള അവ്യക്തമായ പ്രോംപ്റ്റുകളാണ് നമുക്ക് മോശം റിസൾട്ടുകൾ തരുന്നത്. ശരി, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ വെറുതെ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും മാറി നിർദ്ദേശങ്ങൾ എഞ്ചിനീയർ ചെയ്യുന്നതിലേക്ക് മാറണം. ഇതൊരു ചെറിയ മാറ്റമല്ല, നമ്മുടെ ചിന്താരീതിയിൽ തന്നെയുള്ള ഒരു വലിയ മാറ്റമാണ്. ഈ താരതമ്യം നോക്കൂ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇടതുവശത്ത് ഒരു സാധാരണ യൂസർ ഒരു ചോദ്യം ചോദിച്ചിട്ട് നല്ലൊരു മറുപടി കിട്ടണേന്ന് പ്രാർത്ഥിച്ചിരിക്കുന്നു. എന്നാൽ വലതുവശത്ത് ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയർ ഒരു പ്രത്യേക ഫലം കിട്ടാൻ വേണ്ടി ഒരു നിർദ്ദേശം ഡിസൈൻ ചെയ്യുവാണ്. ഒന്ന് ഭാഗ്യം പോലെയാണെങ്കിൽ മറ്റൊന്ന് കൃത്യമായ പ്ലാനിംഗ് ആണ്. ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ്. ഒരു ജോലിയെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരാൾക്ക് നിങ്ങൾ എങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കും? അതുപോലെ വേണം പ്രോംപ്റ്റുകളെ കാണാൻ. ഓരോ കാര്യവും വ്യക്തവും ലളിതവുമായിരിക്കണം. ഒരു സംശയത്തിനും ഇട കൊടുക്കരുത്. അപ്പോഴാണ് എഐക്ക് നിങ്ങളുടെ ആവശ്യം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ എങ്ങനെയാണ് നല്ല പ്രോംപ്റ്റുകൾ ഉണ്ടാക്കുക? അതിനൊരു കിടിലൻ ഫോർമുലയുണ്ട്. 6 പ്രധാനപ്പെട്ട ഘടകങ്ങളടങ്ങിയ ഒരു ശക്തമായ ഘടന. ഈ ഘടന മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾക്ക് എഐയുടെ മുഴുവൻ കഴിവും പുറത്തെടുക്കുന്ന പ്രോംപ്റ്റുകൾ ഉണ്ടാക്കി തുടങ്ങാം. ഇവയാണ് ആ 6 കാര്യങ്ങൾ: റോൾ, ടാസ്ക്, കോണ്ടെക്സ്റ്റ്, കൺസ്ട്രെയിൻസ്, ഫോർമാറ്റ്, പിന്നെ ടോൺ. ഇവ ഓരോന്നും ഒരു പ്രോംപ്റ്റിന്റെ ഓരോ ലെയറുകളാണ്. ഇവയെല്ലാം കൂടി ചേരുമ്പോഴാണ് അതൊരു ശക്തമായ നിർദ്ദേശമായി മാറുന്നത്. നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തേത് റോൾ. അതായത് നമ്മൾ എഐക്ക് ഒരു തൊപ്പി വെച്ചു കൊടുക്കുകയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഡേറ്റ എടുക്കാൻ സഹായിക്കുന്ന ഒരു ലീഗൽ ക്ലർക്കാണ്. ഇങ്ങനെയൊരു റോൾ കൊടുക്കുമ്പോൾ എഐ ഒരു ജനറലിസ്റ്റായി ഉത്തരം തരുന്നതിനു പകരം ഒരു നിയമവിദഗ്ധന്റെ കാഴ്ചപ്പാടോടെ ചിന്തിക്കാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ കിട്ടുന്ന മറുപടികൾ കൂടുതൽ കൃത്യവും ആഴത്തിലുള്ളതുമായിരിക്കും. രണ്ടാമതായി ടാസ്ക്. സിമ്പിളായി പറഞ്ഞാൽ എഐ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ നിർദ്ദേശം. വിവരങ്ങൾ തരുമെന്ന് പറയുന്നതിന് പകരം ഈ ഡോക്യുമെന്റിൽ നിന്ന് ഉൽപ്പന്നങ്ങളുടെ പേരും വിലയും മാത്രം ലിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോലെ. ഇതൊരു അപേക്ഷയല്ല, ഒരു കമാൻഡായിരിക്കണം. എന്ത് ചെയ്യണം എന്നുള്ളതിൽ ഒരു സംശയവും ഉണ്ടാകരുത്. അടുത്തത് കോണ്ടെക്സ്റ്റ് അഥവാ സന്ദർഭം. ടാസ്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ എഐക്ക് ആവശ്യമായ പശ്ചാത്തല വിവരങ്ങളാണിത്. ഉദാഹരണത്തിന്, കഴിഞ്ഞ മാസത്തെ സെയിൽസ് റിപ്പോർട്ട് അനലൈസ് ചെയ്യുക എന്നതാണ് ടാസ്ക് എങ്കിൽ ആ റിപ്പോർട്ട് തന്നെയാണ് ഇവിടത്തെ കോണ്ടെക്സ്റ്റ്. കൂടുതൽ സന്ദർഭം കൊടുക്കുന്നത് എഐയുടെ മറുപടികൾ കൂടുതൽ പ്രസക്തമാക്കാൻ സഹായിക്കും. നാലാമത്തേത് കൺസ്ട്രെയിൻസ് അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ. എഐ പാലിക്കേണ്ട നിയമങ്ങളും അതിരുകളുമാണ് ഇവ. ഉദാഹരണത്തിന്, ഒന്നിൽ കൂടുതൽ വിലകൾ കണ്ടാൽ നൾ എന്ന് നൽകുക. ഇത്തരം നിയന്ത്രണങ്ങൾ വെക്കുന്നത് എഐ ഇല്ലാത്ത കാര്യങ്ങൾ ഊഹിച്ചുണ്ടാക്കുന്നത്, അതായത് ഹാലുസിനേറ്റ് ചെയ്യുന്നത് തടയാൻ സഹായിക്കും. ഇതൊരു തരത്തിൽ എഐക്ക് എനിക്കറിയില്ല എന്നു പറയാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്നത് പോലെയാണ്. അഞ്ചാമത്തെ ഘടകം ഫോർമാറ്റ്. നിങ്ങൾക്ക് കിട്ടേണ്ട ഔട്ട്പുട്ടിന്റെ കൃത്യമായ ഘടന ഇവിടെ പറയാം. ഉദാഹരണത്തിന്, തീയതി YYY-MMD ഫോർമാറ്റിൽ തരണം. ഇത് വെറുമൊരു ഭംഗിക്ക് വേണ്ടിയല്ല. ഇങ്ങനെ ചെയ്യുമ്പോൾ എഐയുടെ മറുപടികൾ നമുക്ക് കോഡിങ്ങിലോ മറ്റ് സിസ്റ്റങ്ങളിലോ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റും. ഓട്ടോമേഷന് ഇത് വളരെ പ്രധാനമാണ്. അവസാനമായി ടോൺ. അതായത് മറുപടി ഏത് സ്റ്റൈലിൽ വേണമെന്നുള്ളത്. അത് പ്രൊഫഷണൽ ആകണോ, കുറച്ച് തമാശ വേണോ, ലളിതമായി വേണോ, അതോ ഒരു എക്സ്പേർട്ടിന്റെ ശൈലിയിലാണോ വേണ്ടതെന്ന് ഇവിടെ പറയാം. ഒരു സുഹൃത്തിനയക്കുന്ന മെസ്സേജിന്റെ ടോൺ ആയിരിക്കില്ലല്ലോ ഒരു കമ്പനി സിഇഒക്ക് അയക്കുന്ന ഇമെയിലിന് വേണ്ടത്. അത്രയുള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറി പഠിച്ചു. ഇനി ഇത് പ്രാക്ടിക്കലായി എങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കിയല്ലോ. ഒരു മോശം പ്രോംപ്റ്റിനെ എങ്ങനെ ഒരു മികച്ച, ശക്തമായ പ്രോംപ്റ്റാക്കി മാറ്റാമെന്ന് നമുക്ക് നേരിട്ട് കാണാം. നമ്മുടെ പഴയ ആ മോശം പ്രോംപ്റ്റ് ഓർമ്മയുണ്ടല്ലോ?
അതിനെ നമ്മൾ ഈ 6 കാര്യങ്ങളും വെച്ച് ഒരു സൂപ്പർ പ്രോംപ്റ്റാക്കി മാറ്റാൻ പോവുകയാണ്. ഇതിനെയാണ് ലെയറിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. നമ്മൾ ഓരോ ലെയറായി, അതായത് ഓരോ ഘടകങ്ങളായി ഇതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട 2 നിന്ന് തുടങ്ങാം. AI എന്ത് ചെയ്യണം എന്നുള്ള ടാസ്കും ആ ഫലം ഏത് രൂപത്തിൽ തരണം എന്നുള്ള ഫോർമാറ്റും. ഇപ്പോ നോക്കൂ, ആ പഴയ പ്രോംപ്റ്റും ഇതും തമ്മിലുള്ള വ്യത്യാസം. എല്ലാ വിവരങ്ങളും എടുക്കുക എന്നതിൽ നിന്ന് എത്രമാത്രം കൃത്യതയിലേക്ക് നമ്മൾ വന്നു. ഓരോ ഉൽപ്പന്നത്തിന്റെയും വിവരങ്ങൾ വേർതിരിച്ചെടുക്കാൻ വ്യക്തമായി പറയുന്നു. പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഒരു സ്ട്രിംഗ് ആയിരിക്കണം, ക്വാണ്ടിറ്റി ഒരു നമ്പർ ആയിരിക്കണം എന്നൊക്കെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു. ഒരു സംശയത്തിനും ഇവിടെ സ്ഥാനമില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഈ സ്ട്രക്ചർ ഇത്ര പ്രധാനപ്പെട്ടതാകുന്നത്? സിമ്പിളാണ്. കാരണം കൃത്യമായ നിർദ്ദേശങ്ങൾ നമുക്ക് കൃത്യമായ, വിശ്വസിക്കാൻ പറ്റുന്ന ഉത്തരങ്ങൾ തരും. ഇത് വെറും ഒരു ട്രിക്കല്ല, AI-യെ നമ്മുടെ ടീമിലെ ഒരു വിശ്വസ്തനായ മെമ്പറെ പോലെ ആക്കാനുള്ള വഴിയാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നല്ലേ? 1. AI ഊഹിച്ച് ഉത്തരം പറയുന്നത് കുറയും. 2. AI-യിൽ നിന്നുള്ള ഡേറ്റ നമുക്ക് നേരിട്ട് ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വരുന്ന ഔട്ട്പുട്ട് ശരിയാണോ എന്ന് പരിശോധിക്കാനും വളരെ എളുപ്പമാണ്. ഈ ചാർട്ട് ഒറ്റ നോട്ടത്തിൽ കാര്യം പറയും. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിൽ എത്രത്തോളം കൃത്യതയുണ്ടോ അത്രത്തോളം വിശ്വസനീയമായിരിക്കും നമുക്ക് കിട്ടുന്ന റിസൾട്ട്. കുറഞ്ഞ കൃത്യത, കുറഞ്ഞ വിശ്വാസ്യത. ഉയർന്ന കൃത്യത, ഉയർന്ന വിശ്വാസ്യത. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഒന്നോർക്കുക, ഒരു സാധാരണ യൂസറും ഒരു എഞ്ചിനീയറും തമ്മിലുള്ള വ്യത്യാസമെന്നത് ഈ സ്ട്രക്ചറാണ്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിനു പകരം ഉത്തരങ്ങൾ ഡിസൈൻ ചെയ്യാൻ പഠിക്കുക. ഇപ്പോൾ ഈ അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങളുടെ അവസരമാണ്. നിങ്ങളുടെ ജോലികളിലോ പഠനത്തിലോ അല്ലെങ്കിൽ സ്വന്തം പ്രോജക്റ്റുകളിലോ നിങ്ങൾ അടുത്തതായി എന്താണ് എഞ്ചിനീയർ ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ ആശയങ്ങളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കുമെന്ന് ചിന്തിച്ചു നോക്കൂ.